കണ്ണൂരിലാണ് നാട്ടുകാരെ നടുക്കിയിരിക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീടിനകത്ത് അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കണ്ണൂർ കൊറ്റാലിക്കാവിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 78 വയസ്സുള്ള സുനന്ദ, മകൾ ദീപ 48 വയസ്സ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങൾ പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നോക്കി. അതിനിടയിലാണ് മൃതദേഹം കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അതേസമയം കഴിഞ്ഞ ദിവസം സമാനമായൊരു സംഭവമുണ്ടായി. പെരിന്തൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിന്തൽമണ്ണ ടൗണിൽ മൗലാന ഹോസ്പിറ്റലിന്റെ പിൻവശത്തെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പശ്ചിമ ബംഗാൾ സ്വദേശി ദിവാങ്കർ മാജിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. സംഭവം കൊലപാതകമാണെന്ന സംശയം വർദ്ധിച്ചു. ഇന്നലെ രാവിലെയോടെ വാടക വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചു. ഇതിനെ തുടർന്ന് സമീപവാസികൾ വീട്ടുടമയെ വരുത്തിച്ചു. ഇദ്ദേഹം സ്ഥലത്തെത്തിയ ശേഷം ക്വാർട്ടേഴ്സിന്റെ അകത്തേക്ക് ജനൽ വഴി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. നിലത്ത് പായയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. രക്തം തറയിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ക്വാർട്ടേഴ്സ് മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഇവിടെ താമസിച്ചിരുന്നവരെ കുറിച്ച് അന്വേഷണം തുടങ്ങി. പെരിന്തൽമണ്ണ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം 2 ദിവസം മുമ്പും സമാനമായൊരു സംഭവം ഉണ്ടായി. കാണാതായ വിദ്യാർത്ഥിനിയെയും യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കട്ടിപ്പാറ കരിഞ്ചോലയിൽ നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വിദ്യാർത്ഥിനിയെ കാണാതായിരുന്നു. കൂടെ എഗരൂൽ സ്വദേശിയായ യുവാവിനെയും കാണാതായിരുന്നു. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി കരിഞ്ചോല പെരിങ്ങോട് ബിജുവിന്റെ മകൾ ദേവനന്ദയെയും എഗരൂൾ സ്വദേശിയായ വിഷ്ണുവിനെയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാലുശ്ശേരി കണ്ണാടിപ്പൊയിൽ കാപ്പിക്കുന്നിലെ ആൾ താമസമില്ലാത്ത വീട്ടിലായിരുന്നു ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നായിരുന്നു നിഗമനം. മകളെ കാണാതായതിനെ തുടർന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ പിതാവ് പോലീസിനെതിരെയും രംഗത്തെത്തിയിരുന്നു. ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.